ഹായ് ഹലോ, പിങ്ക് വ്യൂ ആർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ചിത്രകലയ്ക്ക് ഏറ്റവും പ്രധാനമായി വേണ്ടത് പ്രാക്ടീസാണ്. നമ്മൾ ഏത് ചിത്രമാണ് വരയ്ക്കുന്നത് ആ ചിത്രം വളരെ വ്യക്തമായി നിരീക്ഷിച്ച ശേഷം അതിനെ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യമൊക്കെ വലിയ ചിത്രങ്ങൾ നമുക്ക് വരച്ചെടുക്കാൻ പ്രയാസമുണ്ടാകും. എന്നാൽ നിരന്തരം നമ്മൾ അതിനെ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ വരച്ചെടുക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. തുടക്കത്തിൽ നമ്മൾ ചെറിയ ചെറിയ ചിത്രങ്ങളെടുത്ത് വരച്ച് പ്രാക്ടീസ് ചെയ്യുകയാണ് ഏറ്റവും നല്ലത്. അതിലൂടെ നമുക്ക് കിട്ടുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ്. ശേഷം നമ്മൾ വലിയ വലിയ ചിത്രങ്ങൾ ചെയ്തു നോക്കാവുന്നതുമാണ്. അതുപോലെ തന്നെ ഈ ആർട്ടിൽ ഏറ്റവും പ്രധാനമായി നമുക്ക് വേണ്ടത് നല്ല ക്ഷമയാണ്. ഓരോ ചിത്രങ്ങളും നമ്മൾ ക്ഷമയോടുകൂടി സമയമെടുത്ത് വരച്ചെടുക്കുകയാണ് വേണ്ടത്. ചിത്രങ്ങൾ വരയ്ക്കുന്നതിന് മുന്നായി നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ചിത്രം നല്ല രീതിയിൽ നമ്മളൊന്ന് നിരീക്ഷിക്കണം. അതിൻ്റെ ഷേപ്പുകളും വളവുകൾ ഒക്കെ ഏത് രീതിയിലാണെന്നുള്ളത് നമ്മൾ നല്ല രീതിയിൽ മനസ്സിലാക്കി ആണ് വരയ്ക്കാൻ തുടങ്ങേണ്ടത്. അപ്പോൾ ആദ്യമായി നമ്മൾക്ക് വരയ്ക്കാൻ ഉപയോഗിക്കുന്ന ഈ പേപ്പറുകളെ കുറിച്ചൊന്ന് നോക്കാം. അപ്പോൾ ഇത് നമ്മൾ സാധാ ചാർട്ട് പേപ്പറാണ്. ഈ ചാർട്ട് പേപ്പറിൽ നമ്മൾ കട്ട് ചെയ്ത് എടുത്ത് ഇതിൽ വരയ്ക്കാവുന്നതാണ്. ഇതിൽ മിനുസമുള്ള ഭാഗവും കാണപ്പെടുന്നുണ്ട്, കുറച്ച് പരുക്കനായ ഭാഗവുമുണ്ട്. അപ്പോൾ നമുക്ക് പെൻസിൽ ഡ്രോയിങ് ചെയ്യുമ്പോൾ രണ്ട് സ്ഥലത്ത് ചെയ്യാമെങ്കിലും ഈ പരുക്കൻ ആയ ഭാഗത്ത് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഓരോ ടോണുകൾ പെൻസിൽ ഉപയോഗിച്ച് ലയിപ്പിച്ച് ചെയ്യാൻ എളുപ്പമായിരിക്കും. മിനുസമുള്ള ഭാഗത്ത് ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പെൻസിലിൻ്റെ പൊടി മുഴുവൻ നമുക്ക് നഷ്ടപ്പെടുന്നതായിരിക്കും. അതായത് ഷെയ്ഡ് ചെയ്തത് നഷ്ടപ്പെടുന്നതാണ്. പരുക്കനായ ഭാഗത്ത് ഷെയ്ഡ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. അധികമൊന്നും ഇത് സ്പ്രെഡ് ആകാൻ സാധ്യതയില്ല. എന്നാൽ മിനുസമുള്ള ഭാഗത്ത് നമ്മൾ ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞ് നോക്കാം. മിനുസമുള്ളത് ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഈ രീതിയിൽ സ്പ്രെഡായി പോകുന്നതാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും നല്ലത് ചെറിയ ഈ പരുക്കനുള്ള ഭാഗത്ത് തന്നെ ഷെയ്ഡ് ചെയ്യുകയാണ് ഏറ്റവും നല്ലത്. അതേപോലെ നമ്മൾ വരയ്ക്കാനായി ഉപയോഗിക്കുന്ന മറ്റൊരു പേപ്പറാണ് ഹാൻഡ് മെയ്ഡ് പേപ്പർ എന്ന് പറയും. അപ്പോൾ ഈ ഹാൻഡ് മെയ്ഡ് പേപ്പറിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതുപോലെ പരുക്കൻ ആയ ഭാഗം കൂടുതലാണ്. അപ്പോൾ ഇത് കൂടുതലായും വാട്ടർ കളർ ഒക്കെ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. പെൻസിൽ ഡ്രോയിങ് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് മറ്റൊരു തരത്തിലുള്ള പേപ്പർ പരിചയപ്പെടുത്തുകയാണ് ചെയ്തത്. പിന്നെ മറ്റൊരു തരം ചാർട്ട് പേപ്പറാണ്. ഇതിന് പേര് പറയുന്നത് ഐവറി ഷീറ്റ് എന്ന് പറയും. അപ്പോൾ ഈ പേപ്പറിന് നല്ല കട്ടിയുള്ള പേപ്പറുമാണ്. മാത്രമല്ല രണ്ട് സൈഡും ഒരു മിനുസം ഉള്ള രീതിയിലാണ് ഇത് കാണുന്നത്. എന്നാൽ രണ്ട് സൈഡും ഒരേ മിനുസവുമല്ല. ഒരു സൈഡിൽ നല്ല മിനുസം ഉണ്ടാവും, എന്നാൽ അതിൻ്റെ പുറം ഭാഗം മിനുസം കുറഞ്ഞ രീതിയിലുമാണ് കാണുന്നത്. അപ്പോൾ ഇത്തരം പേപ്പറും നമ്മൾക്ക് പെൻസിൽ ഡ്രോയിങ്ങിനും ഉപയോഗിക്കാവുന്നതാണ്. അതേപോലെ നമുക്ക് ആർട്ടിന് ഉപയോഗിക്കുന്ന നമ്മളിതുപോലുള്ള ഡ്രോയിങ് ബുക്കുകൾ നമുക്ക് വാങ്ങി ഉപയോഗിക്കാവുന്നതാണ്. പല കമ്പനിയുടെ ഡ്രോയിങ് ബുക്ക് നമുക്ക് വാങ്ങാൻ കിട്ടും. അതിലും നമുക്ക് ഇതേപോലെ
വരച്ചാൽ നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. കുറഞ്ഞ ചിലവിൽ നമ്മൾക്ക് തുടക്കക്കാർക്ക് ഏറ്റവും നല്ലത് ആദ്യം പറഞ്ഞ സാധാരണ രീതിയിലുള്ള ചാർട്ട് പേപ്പറാണ് നമ്മൾക്ക് ഏറ്റവും നല്ലത്. അടുത്തായി നമുക്ക് പെൻസിലിനെ കുറിച്ചൊന്ന് നോക്കാം. നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന ആർട്ട് ലൈൻ എന്ന കമ്പനീൻ്റെ പെൻസിലാണ്. അപ്പോൾ ഓരോ പെൻസിലുകളുടെയും ഗ്രേഡുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. ഇപ്പോൾ ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടാവും HB എന്ന് കൊടുത്തിട്ടുള്ള പെൻസിൽ കൊടുത്തിട്ടുണ്ട്, HB. അപ്പോൾ HB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് സ്കെച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന പെൻസിലാണ്. അതായത് ലൈറ്റ് കളറായിരിക്കും ഇതിന് വരുന്നത്. വളരെ നേർത്ത രീതിയിലുള്ള ലൈൻസൊക്കെ നമുക്കിതുപോലെ വരയ്ക്കാൻ ഈ പെൻസിൽ ഉപയോഗിക്കാം. അതായത് നമ്മൾ വരയ്ക്കുന്ന ചിത്രത്തിൻ്റെ സ്കെച്ച് ഇടുന്നത് ഈ HB പെൻസിൽ ഉപയോഗിച്ചാണ്. ഈ HB എന്നത് ഹാർഡ്നെസ്, ബ്ലാക്ക്നെസ് എന്നാണ് അർത്ഥമാക്കുന്നത്. അതേപോലെ ഇതിൽ തന്നെ വിവിധ തരത്തിലുള്ള പെൻസിലുകൾ വരുന്നുണ്ട്. 4B, 2B, 6B, 8B, 10B അങ്ങനെ നിരവധി പെൻസിലുകൾ വരുന്നുണ്ട്. അപ്പോൾ ഓരോ ഗ്രേഡിനനുസരിച്ച് പെൻസിലിന് കളറ് കൂടുകയാണ് ചെയ്യുന്നത്. ഉദാഹരണമായി ഇതിനകത്തിപ്പോൾ നമ്മൾ ഒരു പെൻസിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ 6B പെൻസിലാണ്. അപ്പോൾ അത് വെച്ച് ഷെയ്ഡ് ചെയ്യുമ്പോൾ ഇതാ ഈ രീതിയിലായിരിക്കും അതിൻ്റെ കളർ കാണപ്പെടുന്നത്. അതേപോലെ നമുക്കിതിൽ 10B എന്നെഴുതിയ പെൻസിലൊന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും അതിൻ്റെ കളറിൻ്റെ വ്യത്യാസം. അപ്പോൾ പല കമ്പനിയുടെ പെൻസിലുണ്ട്. ഈ പെൻസിൽ നമുക്കിതൊരു സെറ്റായിട്ട് വാങ്ങാൻ കിട്ടും. അതുപോലെ പെൻസിൽ നമ്മൾ ഷാർപ്പ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം, നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യുന്ന ഷാർപ്പ്നെസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ഈ രീതിയിൽ ഷാർപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. എന്നാൽ ഇതിൽ ഈ 8B, 10B പോലുള്ള അതായത് ഇതിൻ്റെ ഹാർഡ്നെസ് കൂടിയ, കളറ് കൂടിയ പെൻസിലുകൾ ഷാർപ്പ് ചെയ്യുമ്പോൾ ഈ ഷാർപ്പർ ഉപയോഗിച്ച് ഷാർപ്പ് നമ്മൾ ചെയ്തെടുക്കുമ്പോൾ അത് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരു നൈഫ് ഇതേപോലെ വാങ്ങി വെച്ച് ഉപയോഗിക്കുന്നതായിരിക്കും നന്നാവുക. ചെറിയ കുട്ടികളാണെങ്കിൽ അവരുടെ രക്ഷിതാക്കളെ കൊണ്ട് ഷാർപ്പ് ചെയ്ത് വാങ്ങിക്കാനേ പാടുള്ളൂ. കുട്ടികൾ ഇത് ഉപയോഗിക്കരുത്. അപ്പോൾ ഇത് പൊട്ടിപ്പോകുന്ന പ്രശ്നമുള്ളതുകൊണ്ടാണ് നമ്മൾ നൈഫും കൊണ്ട് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്, അല്ലെങ്കിൽ ഷാർപ്പ് ചെയ്തെടുക്കുന്നത്. ഈ രീതി നമുക്കിങ്ങനെ ചെത്തിയെടുക്കാവുന്നതാണ്. അപ്പോൾ അത് നല്ല ഷാർപ്പ് ചെയ്ത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ പെൻസിലിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഷാർപ്പർ, പിന്നെ നൈഫ്, അതുപോലെ തന്നെ എറേസർ, അതുപോലെ തന്നെ നിങ്ങൾ വാങ്ങിയിട്ടുള്ള ബ്ലെൻഡിങ് സ്റ്റമ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ടൂള്. അപ്പോൾ ഇതെന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. ഇതുപോലെ നമ്മൾ ഒരു 10B പെൻസിൽ ഉപയോഗിച്ച് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഹാർഡ്നെസ് കൂടിയ പെൻസിൽ ഉപയോഗിച്ച് ഷെയ്ഡ് ചെയ്യുന്നു. ശേഷം നമ്മൾ ഈ രീതിയിൽ കുറച്ച് ഭാഗം ഷെയ്ഡ് ചെയ്യുകയാണ്. ശേഷം ഇതേപോലെ നമ്മൾ ആ വാങ്ങിയിട്ടുള്ള ബ്ലെൻഡിങ് സ്റ്റമ്പ് എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഇതേ രീതിയിൽ ഉപയോഗിക്കുക.
അപ്പോൾ ഇതെന്തിനാണ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് അതായത് ഈ പെൻസിൽ ഷെയ്ഡ് ലയിപ്പിച്ചെടുക്കാനായി ഉപയോഗിക്കുന്ന ടൂളാണ് ബ്ലെൻഡിങ് സ്റ്റമ്പ്. അപ്പോൾ നമ്മൾ ഇവിടെ ഷെയ്ഡ് ചെയ്ത ഭാഗത്തൊക്കെ ഇത് ഉപയോഗിച്ച് ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ അതിങ്ങനെ ലയിപ്പിച്ച് എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഈ ചിത്രത്തിൽ ചെയ്തിട്ടുള്ള ഈ മാംഗോയുടെയൊക്കെ ഈ ഭാഗം ഇതേപോലെ നമ്മൾ ലയിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചും കൂടി ആ ചിത്രം ഒരു ഒറിജിനൽ ഫീല് നമുക്ക് ചെയ്ത് കൊണ്ടുവരാൻ കഴിയും. അതുപോലെ ഈ കണ്ണിൻ്റെ ഈ ഭാഗങ്ങളെല്ലാം ഇതേ രീതിയിൽ ചെയ്യുന്നതാണ്. ലയിപ്പിക്കുമ്പോൾ ചിത്രത്തിനെ കുറിച്ചും കൂടി ഭംഗി കൊടുക്കാൻ കഴിയും. ആർട്ടിസ്റ്റുകൾ നിരവധി ടൂളുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും നമ്മൾ തുടക്കക്കാർക്ക് വേണ്ടി ഉള്ള സാധാരണ ടൂളുകൾ ഉപയോഗിച്ചാണ് നമ്മൾ വർക്ക് ചെയ്തു തുടങ്ങുന്നത്. പിന്നീട് നമ്മൾ വിവിധ ടൂളുകൾ ഇതിനോടൊപ്പം തന്നെ നമ്മൾ പറയുന്നതായിരിക്കും. വരുന്ന വീഡിയോകളിൽ നമ്മൾ ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ എങ്ങനെയാണ് ഷെയ്ഡ് ചെയ്തെടുക്കുന്നുള്ളത് പറയുന്നതായിരിക്കും. അപ്പോൾ എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഓൾ ദി ബെസ്റ്റ്.